കണ്ണൂർ മാടായി കോളേജ് നിയമന വിവാദം ആഭ്യന്തര കലഹമായി വളർന്നതോടെ പ്രശ്നപരിഹാരത്തിന് KPCC ഇടപെടൽ. തർക്കങ്ങൾ പരിഹരിക്കാൻ 3-അംഗ സമിതിയെ നിയോഗിച്ചു. പ്രാദേശിക പ്രശ്നമെന്നും രമ്യമായി പരിഹരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സമവായ നീക്കങ്ങൾക്കിടെയും കോൺഗ്രസ് പ്രവർത്തകർ ചേരിതിരിഞ്ഞ് തെരുവിൽ ഏറ്റുമുട്ടി. MK രാഘവൻ MP ചെയർമാനായ മാടായി കോളേജ് ഭരണസമിതി കോഴ വാങ്ങി 2 CPM പ്രവർത്തകർക്ക് ജോലി നൽകിയെന്നാണ് കോൺഗ്രസ് പ്രാദേശിക നേതാക്കളുടെയും പ്രവർത്തകരുടെയും ആരോപണം. MK രാഘവനെതിരെ പ്രവർത്തകർ തെരുവിലിറങ്ങിയതോടെ വിവാദം കൈവിട്ടു. MK രാഘവൻ സംഘടനാ താൽപര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്നാണ് കണ്ണൂർ DCCയുടെ നിലപാട്. ഇതിനെതിരെ രാഘവൻ തുറന്നടിച്ചതോടെ നേതാക്കൾക്കിടയിലും തർക്കം. ഇന്ന് കണ്ണൂരിലെത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമത നേതാക്കളെ കണ്ടു. പ്രശ്നം രമ്യമായി പരിഹരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്. അവിടെ ഒരു വിഷയം ഉണ്ടല്ലോ, ആ വിഷയം പാർട്ടി ഇടപെട്ട് അത് സംസാരിച്ച് തീർക്കും, രമ്യമായി പരിഹരിക്കും. എന്നോട് MK രാഘവൻ MP എന്നോട് സംസാരിച്ചിരുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായിട്ട് ഞാൻ ഈ വിഷയം സംസാരിച്ചിരുന്നു. ഞാൻ KPCC പ്രസിഡന്റുമായിട്ട് കൂടി ആലോചിച്ച് പാർട്ടി ഇടപെട്ട് രമ്യമായി ആ വിഷയം പരിഹരിക്കും. പ്രശ്നപരിഹാരത്തിന് KPCC 3-അംഗ സമിതിയെ നിയോഗിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായ സമിതിയിൽ അഡ്വക്കേറ്റ് K ജയന്ത്, അബ്ദുൾ മുത്തലിബ് എന്നിവരാണ് അംഗങ്ങൾ. എന്നാൽ സമവായ നീക്കങ്ങൾക്കിടയിലും പ്രതിഷേധത്തിന് കുറവില്ല. മാടായി കോളേജ് ഭരണസമിതി അംഗവും പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ K ജയരാജനെ വിമത വിഭാഗം ഇന്ന് കയ്യേറ്റം ചെയ്തു. കണ്ണൂർ പഴയങ്ങാടിയിലും കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ തെരുവ് യുദ്ധം. MK രാഘവൻ അനുകൂലികളും വിമത വിഭാഗവും ഏറ്റുമുട്ടി. MK രാഘവനെ അനുകൂലിച്ച് പ്രകടനം നടത്താനെത്തിയവരെ മറുവിഭാഗം തടഞ്ഞതോടെയാണ് കയ്യാങ്കളിയിലേക്ക് വഴിമാറിയത്. സജോ ദേവസ്യ, 24 കണ്ണൂർ.